സൗദി അറേബ്യയുടെ വളർച്ച കണ്ട് സാക്ഷാൽ അമേരിക്കയുടെ പോലും കണ്ണ് തള്ളിയിരിക്കുകയാണ്. എണ്ണപ്പാടങ്ങൾ മാത്രം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായി നിന്ന പഴയ കഥ മുഹമ്മദ് ബിൻ സുൽത്താന്റെ വിഷൻ 2030 മാറ്റിയെടുത്തിരിക്കുകയാണ് സൗദിയുടെ ഈ പുരോഗതി മലയാളികൾക്കും ശുഭസൂചന തന്നെയാണ് നൽകുന്നത്. എങ്ങനെയാണ് മുഹമ്മദ് ബിൻ സുൽത്താൻ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്? നമുക്ക് പരിശോധിക്കാം. സമീപകാലത്ത് നടപ്പിലാക്കി തുടങ്ങിയ പരിഷ്കാരങ്ങൾ സൗദി അറേബ്യയിൽ ഫലം കാണുകയാണ് എന്ന ശുഭപ്രതീക്ഷയാണ് സൗദിയിൽ നിന്ന് വരുന്നത്. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ സൗദിയുടെ സാമ്പത്തിക സാഹചര്യം പരിശോധിച്ച് ഉയർന്ന റേറ്റിംഗ് നൽകുന്നത് ശുഭസൂചനയായി കണക്കാക്കുന്നുണ്ട്. മൂഡിസ് ഏജൻസി A1 റേറ്റിംഗിൽ നിന്ന് AA3 എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. എന്താണ് സൗദിയുടെ റേറ്റിംഗ് ഉയർത്താനുണ്ടായ സാഹചര്യമെന്ന് മൂഡിസ് വിശദീകരിക്കുന്നുമുണ്ട്. മലയാളി പ്രവാസികൾക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നടപടി കൂടിയാണ് ഇത്. ലോകത്തെ പ്രധാന ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമാണ് സൗദി അറേബ്യ എന്ന കാര്യം അറിയാമല്ലോ. എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സൗദി അറേബ്യ. സൗദിയുടെ നയങ്ങളോട് യോജിച്ചു പോകുന്ന രാജ്യങ്ങളാണ് മറ്റംഗങ്ങളും. ആഗോള എണ്ണവില, ഉൽപ്പാദനം എന്നിവ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ സ്ഥാനം സൗദിക്ക് തന്നെയാണുള്ളത്. എന്നാൽ എണ്ണ ഇതര മേഖലയിൽ ഇടപെടാൻ തുടങ്ങിയതാണ് റേറ്റിംഗ് ഏജൻസികളുടെ അനുകൂല നടപടിക്ക് ഇപ്പോൾ കാരണമായത്. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണമെന്നതായിരുന്നു മുഹമ്മദ് ബിൻ സുൽത്താൻ കിരീടാവകാശിയായത് മുതൽ ലക്ഷ്യമിടുന്ന ഒരു കാര്യം. പിന്നീടാണ് ടൂറിസം, കായികം, നിർമ്മാണ പ്രവർത്തികൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. വിഷൻ 2030 എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയത്. കോടികളുടെ പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ നിർണായക സ്വാധീനമായി മാറാൻ സൗദിക്ക് സാധിച്ചതായി സാമ്പത്തിക ആസൂത്രണ മന്ത്രിയായിരുന്ന ഫൈസൽ അൽ ഇബ്രാഹിം ഈ മാസം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസൂത്രണത്തിലെ മികവാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റിയാദിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പുരോഗതി അവസാനിക്കുന്നില്ലെന്നും ഓരോ നേട്ടവും തുടർ നേട്ടത്തിനുള്ള അടിസ്ഥാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നതിന് സൗദി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. സൗദിയുടെ നേട്ടങ്ങൾ ആഗോള തലത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കുള്ള പരിഹാരമാണ്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതിൽ കാലങ്ങളായി സൗദിക്ക് നല്ല മാതൃകയാണ് ലോകത്തിന് പങ്കുവെക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. 2030 തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കിരീടാവകാശിയായ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ വിഷൻ 2030. പദ്ധതിക്ക് കീഴിൽ നിയോം ഉൾപ്പെടെ നിരവധി വമ്പൻ പ്രൊജക്ടുകളാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. സൗദിയുടെ ഈ അഭിമാന പദ്ധതികൾ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് വലിയ മുന്നേറ്റം നൽകുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സൗദിയുടെ വിഷൻ 2030 എന്താണെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. വ്യവസായികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സൗദി നടത്തുന്ന ശ്രമം കൂടുതൽ തൊഴിൽ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ മാസം റിയാദിൽ നിക്ഷേപകരുടെ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫലി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. സൗദിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ വ്യവസായികൾ സംഗമത്തിനിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യ സംഘർഷത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് സൗദി ബിസിനസ്സുകാരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൗദി മുന്നേറ്റ ശ്രമം നടത്തുന്നു എന്നതും മൂഡിസ് വിലയിരുത്തുന്നുണ്ട്. എണ്ണവില കുറഞ്ഞതാണ് സൗദി നേരിട്ട തിരിച്ചടിയായിരിക്കുന്നത്. പല പദ്ധതികളും താൽക്കാലികമായി മരവിപ്പിക്കുകയോ ഫണ്ട് വിനിയോഗത്തിൽ ക്രമീകരണം വരുത്തുകയോ ചെയ്തിരിക്കുകയാണ് നിലവിൽ സൗദിയുടെ സാമ്പത്തിക രംഗത്ത് സുസ്ഥിരത കാണുന്നു എന്നതാണ് മൂഡിസിന്റെ വിലയിരുത്തൽ. റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് വ്യവസായ ലോകത്ത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇവ പരിശോധിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ സൗദിയിലേക്ക് വരാൻ സാധ്യതയുമുണ്ട്. ഇതാകട്ടെ ജോലി സാധ്യതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ അതുല്യ അവസരം ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത്. എന്താണ് സൗദിയുടെ വിഷൻ 2030 എന്ന കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. സൗദി സർക്കാർ വളരെയധികം ഊർജ്ജവും സമയവും സാമ്പത്തികവും ചിലവഴിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ചില ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടാൻ വിഷൻ 2030 കഴിഞ്ഞുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അടിവരയിടുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ധനപരമായ സ്ഥിരത, കൂടാതെ മാക്രോ എക്കണോമിക്സ് മാനേജ്മെന്റ്, മൂലധന വിപണിയുടെയും ബാങ്കിംഗ് മേഖലയുടെയും വികസനം, സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ, സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങൾ തുടങ്ങി ധാരാളം രംഗത്ത് ഇത് പ്രകടമാക്കി ദർശിക്കാനും കഴിയുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നതിലും സ്വദേശിവൽക്കരണത്തിലൂടെ പൊതുജന സ്വീകാര്യത ഉണ്ടാക്കുന്നതിലും ഒപ്പം പ്രവാസികൾക്ക് വേണ്ടി തൊഴിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് സർക്കാർ നൽകുന്ന പിന്തുണ ഈ രംഗത്തെ എടുത്തു പറയുന്ന നേട്ടം തന്നെയാണ്. കേന്ദ്രീകൃത പൊതു നിക്ഷേപ നിധി, അതായത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴി രാജ്യത്തേക്ക് മൂലധനം ആകർഷിക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിഷൻ 2030 ഭാഗമായിട്ട് സൗദി നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഇതോടൊപ്പം രാജ്യാന്തര തലത്തിൽ ചില പ്രചാരങ്ങളും വിഷൻ 2030 സുഗമമായ പോക്കിനെ ബാധിച്ചുവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
എങ്കിലും വിഷൻ 2030 തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, സൗദി സാമ്പത്തിക വസ്തുതകൾ, മറ്റു ദേശീയ താരതമ്യ സർവേവുകൾ എന്നിവ അടിസ്ഥാനമാക്കി വിഷൻ 2030 നിലവിലെ സ്ഥിതി വിലയിരുത്താനാകും. സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക, ആഗോളതലത്തിൽ സൗദി അറേബ്യയ്ക്ക് കഴിയുന്ന മേഖലയിൽ നിക്ഷേപം നടത്തുക, ആഗോളതലത്തിൽ രാജ്യത്തിന് മത്സരിക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തുക, പൗരന്മാരുടെ സംരംഭക ശേഷി വളർത്തുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്കാണ് രാജ്യം നടക്കുന്നത്. പരിഷ്കരണങ്ങളെയും നൂതന സംരംഭങ്ങളെയും സ്വീകരിക്കാൻ സൗദിയെ പ്രാപ്തമാക്കുന്ന വിധം സാമൂഹിക സാംസ്കാരിക പരിവർത്തനം ഉണ്ടാക്കാനും വിഷൻ 2030 കഴിഞ്ഞിട്ടുണ്ട്. സൗദി വിഷൻ 2030 എന്ന സൗദിയുടെ അഭിമാന പദ്ധതി പകുതിയിലേറെ പൂർത്തിയായെന്നും ഇതുമായി ബന്ധപ്പെട്ട് 1064 സംരംഭങ്ങളിൽ 87% പൂർത്തീകരിക്കുകയോ ആസൂത്രണം ചെയ്തതുപോലെ മുന്നേറുകയോ ചെയ്തുവെന്നുമാണ് അധികൃതർ പറയുന്നത്. ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവിൻ്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും നേതൃത്വത്തിൽ 2016 ഏപ്രിൽ 25 പദ്ധതി ആരംഭിക്കുന്നത്. സൗദിയുടെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ സൗദി വിഷൻ 2030. സാമ്പത്തിക വളർച്ചയിലൂടെയും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലൂടെയും രാജ്യത്തെ പരിവർത്തനം ചെയ്യുകയാണ് ഇതിലൂടെ സൗദി ലക്ഷ്യം വെച്ചത്. മാറ്റങ്ങളുടെ ചുവട് പിടിച്ച് രാജ്യത്തെ പൗരന്മാരോട് ജോലിക്ക് പോകാൻ ആവശ്യപ്പെടുകയും പൗരന്മാർക്ക് വേണ്ടിയും അതുവഴി രാജ്യത്തിന്റെ പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വദേശി വൽക്കരണവും സൗദി അറേബ്യ നടപ്പിലാക്കിയിരുന്നു. അത്രനാളും മതനിയമങ്ങളുടെ കുരുക്കുകളിൽ അകപ്പെട്ട സ്ത്രീകൾ പോലും എഴുന്നേറ്റ് വരുന്നതും രാജ്യത്തിന്റെ പുരോഗതിയിൽ ഭാഗമാകണമെന്ന ആവശ്യവും സൗദി അറേബ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടെ സൗദിയിലും മാറ്റങ്ങൾ പ്രകടമായി. പ്രകൃതി ഒരുക്കിയ എണ്ണഖനി എന്നു വേണമെങ്കിലും വറ്റിപ്പോയേക്കാമെന്നും എന്നാൽ അതിനെ ചെറുക്കാൻ രാജ്യം സജ്ജമായേക്കണമെന്നുമുള്ള സൗദി ഭരണാധികാരിയുടെ പ്രതീക്ഷയുടെ പേരുകൂടിയാണ് ഈ സൗദി വിഷൻ 2030. മാത്രവുമല്ല, സൗദി അറേബ്യ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യഭൂമി കൂടിയാണ്. എല്ലാ വർഷവും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി തീർത്ഥാടകർ ഇങ്ങോട്ടെത്താറുമുണ്ട്. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ രാജ്യം ചരിത്രപരമായ വർധനവാണ് കൈവരിച്ചത് എന്ന റിപ്പോർട്ടുകളും അടുത്ത കാലത്തായി വന്നിട്ടുണ്ടായിരുന്നു. 2023 ലക്ഷ്യത്തേക്കാൾ 13.56 ദശലക്ഷം സന്ദർശകരാണ് രാജ്യത്ത് എത്തിയിരുന്നത്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന അംഗീകാരവും പ്രതിഫലിപ്പിക്കുന്ന സൗദി പൈതൃക സൈറ്റുകളുടെ എണ്ണം യുനെസ്കോയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ റിയാദിൽ എക്സ്പോ 2030 ആതിഥേയത്വം വഹിക്കുന്നതോടെ രാജ്യം അതിന്റെ പ്രാദേശികവും അന്തർദേശീയവുമായ നിലവാരം ഉയർത്തുന്നത് തുടരുക തന്നെ ചെയ്യും. സാമ്പത്തികവും സാംസ്കാരികവുമായ വികസനത്തെക്കുറിച്ചുള്ള ആഗോള ചർച്ചകളിൽ രാജ്യം ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയും ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. 27.4 ദശലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 106 ദശലക്ഷം സന്ദർശകരെ സൗദി അറേബ്യയിലെത്തി. അന്താരാഷ്ട്ര വിനോദസഞ്ചാര വളർച്ചാ നിരക്കിൽ സൗദി ലോകാടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം നേടുകയും ചെയ്തു കഴിഞ്ഞു. സൗദിയുടെ പുതിയ പദ്ധതി പ്രകാരം വിഷൻ 2030 പ്രധാന ആകർഷണമായ മെഗാസിറ്റിയുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 2025 ഈ മെഗാസിറ്റി തുറക്കുന്നതോടെ ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്ന വിശേഷണമാണ് ഈ നഗരത്തെ കാത്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ ആകെ ജനസംഖ്യയിൽ 4/1 ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഈ പുതിയ നഗരം. ഈ അത്ഭുത നഗരത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. $72,500 കോടി നിർമ്മാണ ചെലവ് വരുന്ന അത്ഭുത നഗരത്തിന് 170 കിലോമീറ്റർ നീളമുണ്ടാകും. 90 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ തക്ക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. ഈ നഗരത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് യാത്ര ചെയ്യാൻ 20 മിനിറ്റ് കൊണ്ടെത്തുന്ന അതിവേഗ ട്രെയിനുകളും സജ്ജമാക്കും. സൗദി അറേബ്യയുടെ വടക്കുകിഴക്കൻ തബൂക്ക് പ്രവിശ്യയിൽ ചെങ്കടൽ മുതൽ മരുഭൂമിയിലും മലനിരകളിലും വരെ നീളുന്ന ദ ലൈൻ എന്ന നഗരത്തിന് 200 മീറ്റർ വീതിയും 500 മീറ്റർ ഉയരവും ഉണ്ടാകും. ഓരോ ഉടമയ്ക്കും ഏതാണ്ട് 1000 ക്യൂബിക് മീറ്റർ സ്ഥലം ദ ലൈനിൽ ലഭിക്കുകയും ചെയ്യും. വൻ നഗരങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഉയർന്ന നിരക്കാണിത്. ഉയരം കൊണ്ട് ഏതാണ്ട് 125 നിലയുള്ള കെട്ടിടത്തോളം വരും ദ ലൈൻ. മുഹമ്മദ് ബിൻ സൽമാൻ കണ്ട സ്വപ്നങ്ങളൊന്നും നടപ്പിലാക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിയില്ലെന്ന് വിധിയെഴുതിയ പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ സൗദിയിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ടൂറിസം മേഖലയും വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും സുൽത്താൻ കണ്ട സ്വപ്നം ഫലിക്കുന്നതാണ് ലോകം ഇനി കാണാൻ കിടക്കുന്നത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനും ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.